ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ഐറ്റം ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓഫ് 15% ഓൺ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ അനദർ ഐറ്റം ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓഫ് 25%. അപ്പോൾ ഞാൻ ആദ്യത്തെ കേസിൽ 15%, കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3/20 ആണ്. ഓക്കെ, ഇത് ഓൺ കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ കോസ്റ്റ് 20 എന്ന് പറയുന്നത് ഇവിടെ കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. 20 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അത് എത്ര വരും? 20 എഴുതി. ദെൻ സെല്ലിംഗ് പ്രൈസ് ഡിസ്കൗണ്ട് ആണ്, അപ്പോൾ കുറയ്ക്കണം, 17 എന്ന് പറഞ്ഞു വരും. ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ സെക്കൻഡ് കേസിൽ ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് അനദർ ഐറ്റം ആഫ്റ്റർ ഡിസ്കൗണ്ട് ഓഫ് 25% ഓൺ കോസ്റ്റ് പ്രൈസ്. നോർമലി നമ്മൾ മാർക്കറ്റ് പ്രൈസിന് വെച്ചിട്ടാണ് എടുക്കുന്നത്, പക്ഷെ ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇപ്പൊ 25% എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ആണ്. ഇത് കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, ഈ 1 എന്ന് പറയുന്നത് ഡിസ്കൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ. ഇപ്പൊ സെക്കൻഡ് കേസിൽ ഞാൻ കോസ്റ്റ് പ്രൈസ് 4 എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 1 കുറച്ച് 3 എന്ന് പറഞ്ഞ് നമുക്ക് ഇതിന്റെ കമ്പൈൻഡ് റേഷ്യോ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സെയിം ആയിട്ടുള്ള ഐറ്റംസ് അടിയിൽ എഴുതി. ഇനി സെയിം ഈ ഇതിന്റെ കമ്പൈൻഡ് റേഷ്യോ എടുക്കാൻ വേണ്ടി ഈ 17 ഇങ്ങോട്ടേക്ക് എഴുതുക. ഈ വേക്കൻ്റ് ആയിട്ടുള്ള 17 ഇങ്ങോട്ടേക്ക് എഴുതുക. ഈ 3 ഇങ്ങോട്ടേക്ക് എഴുതുക. ഓക്കെ, ഇനി കട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് എല്ലാം ഈ കോമൺ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാം. ഓക്കെ, ഇല്ലെങ്കിൽ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 60 എന്ന് പറഞ്ഞു കിട്ടും, ഇവിടെ 51 51 എന്ന് പറഞ്ഞു കിട്ടും, ഇവിടെ 68 എന്ന് പറഞ്ഞു കിട്ടും. ഇതായിരിക്കും ഇതിന്റെ റേഷ്യോ. ഫസ്റ്റത്തെ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് 2, ഇതിന്റെ റേഷ്യോ ആയിട്ട് കിട്ടുന്നത്. ഇനി പറയുന്നുണ്ട് ടോട്ടൽ കോസ്റ്റ് പ്രൈസ്, സം ഓഫ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 640 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ റേഷ്യോ നോക്കാൻ നേരത്തെ ഇവിടെ ഒരു 60ഉം 68ഉം 128 യൂണിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് 640 എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ എക്സ് എന്ന് പറയുമ്പോൾ എത്ര എന്ന് പറഞ്ഞു വരും? 640/128, 5 യൂണിറ്റ് എന്ന് പറഞ്ഞു വരും. ഡിവൈഡ് ചെയ്യുമ്പോൾ 5 എന്ന് പറഞ്ഞു വരും. നമുക്ക് വേണ്ടത് ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ഈച്ച് ഐറ്റം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 51 യൂണിറ്റിന് കറസ്പോണ്ടിങ്. അത് എത്ര വരും? 51 × 5. 51 × 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 255 എന്ന് പറഞ്ഞു വരും. സോ ഈ 255 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്.